അപ്പൊ എന്റെ കൂടെ എന്നുള്ളത് മിസ്റ്റർ വിഹാൻ. യെസ്, അവനാണ് എന്റെ ക്യാമറമാൻ ആയിട്ട് വരുന്നത്. സ്ക്വയർ കണ്ണോ? അല്ലാതെ വട്ടം കണ്ണാണ്. ഹായ്, ഹലോ, നമസ്തേ, വെൽക്കം ബാക്ക് ടു GK വേൾഡ്. ഞാനിപ്പോൾ ആക്ച്വലി ഓണത്തിന് ഷർട്ട് എടുക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഇതുവരെ മേടിക്കാൻ പോയിട്ടില്ല. ഞാനിപ്പോൾ മേടിക്കാൻ പോണോ അതോ ഉള്ളൊരു ഷർട്ടുണ്ട്, അത്യാവശ്യം ഇട്ടിട്ട് ഏകദേശം ഒക്കെ ഒരു ഫിറ്റായി തുടങ്ങിയൊരു ഷർട്ടുണ്ട്, ഒരു വൈറ്റ് ഷർട്ട്. അപ്പം ഞാനതും എന്തെങ്കിലും ഒരു കസ്റ്റമൈസ് ചെയ്താലോ എന്നുള്ളൊരു ആലോചനയിലാണ്. കാരണം എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ആ ഷർട്ട് എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് നാളുകൂടി കഴിഞ്ഞാൽ ഞാനത് ഉപേക്ഷിക്കും. ബിക്കോസ് അത് അത്രത്തോളം ആയിട്ടുണ്ട്, നമ്മളത് ഉപേക്ഷിക്കാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് എന്തെങ്കിലും വരച്ചാലോ എന്നുള്ള ഒരു ആലോചനയിലാണ്. അപ്പോൾ അത്ര വലിയൊരു വർക്കിലേക്കൊന്നുമില്ല, എന്നാലും ഉള്ള സമയം കൊണ്ട് കുറച്ച് ഡീറ്റെയിലിംഗ് ആയിട്ട് എന്തെങ്കിലും ചെയ്താലോ എന്നുള്ളൊരു ധാരണയിലാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണേ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ കുറേ ഇങ്ങനെ ഓണത്തിൻ്റെ ഷർട്ട് ഡിസൈൻ എന്നൊക്കെ പറയുമ്പോൾ മൊത്തത്തിലൊരു ഡിസൈൻ വരുന്നുണ്ട്, ലേഡീസിൻ്റെ അടക്കം വരുന്നുണ്ട്. അപ്പം ഞാനതിൽ ഏതെങ്കിലും ഒരു നല്ല ഡിസൈൻ, നല്ല സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, പിന്നെ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് തന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഞാൻ കാണിച്ചു തരാം ഏതാണെന്നുള്ളത്, എന്നിട്ട് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. ഇതൊക്കെയാണ് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഡിസൈൻ എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ ഇങ്ങനത്തെ ടീഷർട്ടിലൊക്കെ വരുന്ന ഡിസൈനുകളുണ്ട്, ടീഷർട്ടിലൊക്കെ അത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പക്ഷേ അതൊക്കെ വളരെ സിമ്പിളാണ്. പക്ഷെ ടീഷർട്ടിൽ ചെയ്യുമ്പോൾ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. വലിയ കുഴപ്പമില്ലാത്തൊരു ഡിസൈൻ, സിമ്പിളാണ്. അപ്പം ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തൃക്കാക്കരയപ്പനെ ആക്കാം എന്നുള്ളൊരു ഇതുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും ഒരു വെറൈറ്റി പിടിക്കാം എന്നുള്ളതുണ്ട്. ഇതിപ്പോൾ ഈ ഷർട്ട് ഇത് കോമൺ ആണ്, വളരെ കോമൺ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. പക്ഷേ ഈ ഒരു സൈഡ് മാത്രമല്ലാണ്ട് അപ്പുറത്തെ സൈഡിൽ തെയ്യം എങ്ങാനും വരച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇത് അപ്പുറത്തേക്ക് ഇങ്ങനെ തെയ്യവും വരച്ച് ഇപ്പുറത്ത് കഥകളിയും വരച്ച് വരുമ്പോഴേക്കൊക്കെ അത്യാവശ്യം നേരം വെളുക്കും. അതുകൊണ്ട് നമുക്ക് അത്രയും സമയവും അങ്ങനെ ഒരു ചെറിയൊരു പ്ലാനിലാണ് നിൽക്കുന്നത്. ഇപ്പം ഇതൊന്നും പ്രശ്നമില്ല. ഇപ്പം ഈ ടീഷർട്ട് ഉണ്ടല്ലോ, ഈ ടീഷർട്ടൊക്കെ വളരെ സിമ്പിളാണ്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്നതാണ്, വരച്ച് എടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ ഇതും കുഴപ്പമില്ല, ഇതും വലിയ പ്രശ്നമില്ലാത്തൊരു ഡിസൈനാണ്. നോക്കി നോക്കാം നമുക്ക് എന്തെങ്കിലും. ഒന്നുകിൽ ബ്ലാക്ക് ടീഷർട്ട് എൻ്റെ കയ്യിലുണ്ട്, ഒന്നുകിൽ ബ്ലാക്ക് ടീഷർട്ട് വെച്ചിട്ട് ഞാനത് അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ വൈറ്റ് ഷർട്ട് വെച്ചിട്ട് ഞാനത് വരച്ചുണ്ടാക്കും ഗൈസ്. എന്തായാലും ഈ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ഞാൻ ഉറപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നൊരു രാത്രി കൊണ്ട് ഇത് വരച്ചുണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ ഔട്ട്ലൈനൊക്കെ ഇടണം. ഇപ്പോൾ സംഭവം ഞാനങ്ങനെ തപ്പി വന്നപ്പോഴാണ് ബ്രഷില്ല കയ്യിൽ, കൂടി ഒരു ബ്രഷേ ഉള്ളൂ. പക്ഷെ ആ ബ്രഷ് നല്ല വിടുത്തുള്ള ബ്രഷാണ്. അപ്പം നമുക്ക് അത്രയും വിടുത്തിൽ ഉള്ളത് വേണം. പക്ഷെ അതേസമയം വളരെ മൈന്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ വരയ്ക്കാനായിട്ട് ചെറിയൊരു പോയിന്റ് സൈസുള്ള ബ്രഷസും വേണ്ടി വരും. അപ്പം നമുക്കത് വാങ്ങിക്കാൻ പോകണം ആദ്യം, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ പോയിട്ട് വരാം. ഇതാണ് ഞാൻ പറഞ്ഞ ഷർട്ട് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കാണ്ട് തന്നെ ഇങ്ങനെ ആകെ ചുളുക്കും മടങ്ങൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ എന്തായാലും ഇത് ജസ്റ്റ് ഒന്ന് അയേൺ ചെയ്തിട്ട് ഇതിലൊരു ഔട്ട്ലൈൻ വരയ്ക്കണം ഫ്രണ്ടിൽ തന്നെ. പിന്നെ ബാക്ക് സൈഡിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് അങ്ങനെ ഒരു ഐഡിയ കൂടി ഉണ്ട്. ഇനിയിപ്പോൾ അറിയില്ല, ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് ചെയ്തിട്ട് എത്രത്തോളം സമയമുണ്ടോ അതിനനുസരിച്ച് ബാക്ക് സൈഡ് കൂടി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന്ന് അയേൺ ചെയ്തിട്ട് വരാം. അയേൺ ചെയ്തിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഔട്ട്ലൈനൊക്കെ ഒന്ന് വരയ്ക്കാനായിട്ട്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് അയേൺ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ചുളിവുകളൊക്കെ അത്ര അങ്ങോട്ട് മെരുക്കത്തിൽ വരുന്നില്ല. അതെന്നാലും നമുക്ക് ശരിയാക്കണം. എന്നാലും അത്യാവശ്യം എനിക്ക് ഔട്ട്ലൈൻ വരയ്ക്കാനുള്ള പാകത്തിന് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇത് വരച്ച് കഴിഞ്ഞാലും ഒന്നുകൂടി അയേൺ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും മതി നമുക്കിപ്പോൾ. അപ്പോൾ ഞാൻ എൻ്റെ ഔട്ട്ലൈൻ ഇടട്ടെ. ഇതാണ് ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള ഡിസൈൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ വരച്ചു വരുമ്പോൾ അത്യാവശ്യം വലുതാക്കി വരയ്ക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾക്കിപ്പോൾ അതിൻ്റെ ഔട്ട്ലൈൻ ഇടാം. അപ്പോൾ ഞാനിവിടെ പെൻസിൽസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഔട്ട്ലൈൻ ഇട്ടിട്ട് കാണാം. അതിനിടയിൽ എനിക്ക് ക്യാമറ എടുത്തിട്ട് അത് കാണിക്കാനായിട്ട് കുറച്ചൊരു പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും ഞാൻ ഔട്ട്ലൈൻ വരച്ചിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. അങ്ങനെ നമ്മളിപ്പോൾ വരയ്ക്കാൻ പോകുന്നത് ഏകദേശം ഒരു മാർജിൻ ഇട്ടുണ്ട്. ഇപ്പോൾ ഈ ഷർട്ടിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ബട്ടൺ ഉണ്ടല്ലോ, സെക്കൻഡ് ലാസ്റ്റ് ബട്ടൻ്റെ അവിടെ നിന്നാണ് ഞാനിപ്പോൾ ഈ ഒരു മാർജിൻ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലെവലിലേക്കാണ് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ മൊത്തത്തിൽ നിറച്ച് വരയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം കളറൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വരച്ച് വരുമ്പോൾ എത്ര നേരം എടുക്കുന്നൊന്നും പറയാൻ പറ്റില്ല.
അപ്പോൾ ഇതാണ് നമ്മുടെ റെഫറൻസ്, ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നല്ലോ. പിന്നെ ഇപ്പോൾ വരച്ചിട്ട് ഞാൻ അതിൻ്റെ ഔട്ട്ലൈൻ ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ അവസ്ഥ എന്നുള്ളത്. അങ്ങനെ ഞാനിപ്പോൾ എന്താ പറയുക, ഷോപ്പിൽ പോയിട്ട് ബ്രഷ് വാങ്ങിച്ചു. ബ്രഷ് ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ ബ്രഷ് മേടിച്ചിട്ട് ഇതാ ഇപ്പോൾ ഔട്ട്ലൈനൊക്കെ ഇട്ട് കഴിഞ്ഞു. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതൊക്കെയാണ് നമ്മുടെ ഔട്ട്ലൈൻ. ഇത് എത്രത്തോളം തെളിഞ്ഞ് കാണാൻ പറ്റുന്ന എനിക്കറിയില്ല. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം ഇട്ടിട്ടേ ഉള്ളൂ. ഇതിനുള്ളിലത്തെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാനിപ്പോൾ വരച്ചെടുക്കാൻ പോകുന്നുള്ളൂ. എന്തായാലും ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് മൊത്തത്തിലൊരു പെയിന്റ് ചെയ്യേണ്ടി വരും. ആ പെയിന്റ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കാലങ്ങൾക്ക് മുൻപേ ഞാൻ ചെയ്തതാണ് ഈ പരിപാടി. പിന്നെ ഒരു ഇടക്കാലത്ത് നമ്മൾ നിർത്തിവെക്കുകയാണ് ചെയ്തത്. പിന്നെ ഇപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് വീണ്ടും ചെയ്യുകയാണ്. ഇപ്പോൾ ഓണം ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു കൗതുകം തോന്നിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എത്രത്തോളം പെർഫെക്ഷനിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ട്രൈ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ബ്രഷൊക്കെ മേടിച്ചു. ഇതാണ് ബ്രഷ്. അപ്പോൾ എന്തായാലും കാര്യപരിപാടിയിലേക്ക് ഞാൻ കിടക്കട്ടെ. ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് ആക്രിലിക് ആണ്. ആക്രിലിക് കളേഴ്സാണ് ഞാനിപ്പോൾ ഇതിൽ പെയിൻറ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷസ്. ഇത് 2 സൈസ് ഉണ്ട്, അതേപോലെ തന്നെ 0.4 ഉണ്ട്, പിന്നെ 6 ഉണ്ട്. 6 അല്ല, സോറി 12 ആണത്. 12 ഉണ്ട്. പിന്നെ ഉള്ളത് 7 ഫ്ലാറ്റ് ബ്രഷാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ്. പിന്നെ നമ്മളിതിപ്പോൾ വൈറ്റ് ഷർട്ടുമ്മയാണ്. വൈറ്റ് ഷർട്ടുമെന്നല്ല, നമ്മളിപ്പോൾ ഏത് ഷർട്ടിലാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ പെയിന്റിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ, അതായത് നമ്മളിതിൻ്റെ ഉൾഭാഗത്ത് കൃത്യമായിട്ട് നമ്മൾ പേപ്പർ നല്ല കനത്തിൽ വയ്ക്കണം. അതായത് ഷർട്ടിൻ്റെ ഈ പറയുന്ന പോർഷനിൽ ഉൾഭാഗത്തായിട്ട് നമ്മൾ നല്ല കനത്തിൽ നമ്മൾ പേപ്പർ വിരിച്ചു കൊടുക്കണം. കാരണം നമ്മൾ പെയിൻറ് ചെയ്യുന്ന സമയത്ത് ആ പെയിൻറ്റിങ് ഈ ആക്രിലിക് കളറ് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ഇതുമ്മ പെയിൻറ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സംഭവം, പ്രത്യേകിച്ച് വൈറ്റ് ആയതുകൊണ്ട് എടുത്ത് കാണിക്കും പുറകിലേക്ക്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, പേപ്പർ നല്ല കനത്തിൽ ന്യൂസ് പേപ്പറോ മറ്റോ, അല്ലെങ്കിൽ പിന്നെ വേറെ വല്ല വേസ്റ്റ് തുണിയാലും കുഴപ്പമില്ല, നമ്മൾ എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് അത് വെച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പെയിൻറ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഇരട്ടിപ്പണിയായിരിക്കും. ഇരട്ടിപ്പണി എന്നല്ല, നമുക്ക് ആ ഷർട്ട് തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത് ആദ്യം ചെയ്യണം, എന്നിട്ടാണ് നമ്മൾ പെയിൻറ് ചെയ്യേണ്ടത്. ഓക്കെ, ഗൈസ്, അങ്ങനെ നമ്മുടെ കഥകളി ആൻഡ് തെയ്യം ഷർട്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഇതിലത്തെ ആ ഒരു കണ്ണിൻ്റെ ആ ഒരു കൃഷ്ണമണി ഉണ്ടല്ലോ, അതും കൂടി വരച്ചു കഴിഞ്ഞാൽ ഇത് ഫിനിഷായി. അപ്പം നമ്മുടെ 2 ദിവസത്തെ പ്രയത്നമാണ് ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നത്. പക്ഷെ പറഞ്ഞ ടൈമിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പം ഇനി എൻ്റെ വീഡിയോ കണ്ടിന്യൂ ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മുടെ വിഹാനാണ്. വിഹാൻ, ഓക്കെ, ഞാൻ കണ്ണ് വരയ്ക്കുന്നത് താങ്കൾ വീഡിയോ എടുക്കണം. ഓക്കെ ഓക്കെ, സെറ്റ്. ഗൈസ്, നമ്മൾ കണ്ണ് വരച്ച് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. കണ്ണൊക്കെ വരയ്ക്കാം. സ്ക്വയർ കണ്ണാണ്. സ്ക്വയർ കണ്ണോ? അല്ലാതെ വട്ടം കണ്ണാണ്. നോക്കിക്കണ്ണതാണ്. അറിയില്ല, ഒരു തരം കണ്ണാണ്. ഒരു തരം കണ്ണോ? എന്തോ ഒരു കണ്ണാണ്. മുകളിലേക്കാണോ അടിയിലാണോ അറിയില്ല. കൃഷ്ണമണി മുകളിലേക്കാണ്. നമ്മുടെ കണ്ണ് വരച്ച് കഴിഞ്ഞിരിക്കുകയാണ്. യെസ്, ഇനി അപ്പുറത്തെ കണ്ണോടിയുണ്ട്. കണ്ണങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. കണ്ണിപ്പോ വരച്ച് വരച്ച് കഴിയാറായി ഏകദേശക്കാരൻ. അപ്പോ കണ്ണ് ഇപ്പൊ കഴിയും. നമ്മുടെ ചർച്ച സെറ്റ് ചെയ്ത് തുടങ്ങി. അപ്പൊ ഗൈസ്, നമ്മുടെ കണ്ണൊക്കെ വരച്ച് കഴിഞ്ഞു. നമ്മള് കറക്റ്റ് ഇപ്പോ
ഒരു വിധം ഒപ്പിച്ചു വെച്ചേക്കുവാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും വലുതാക്കി വരയ്ക്കണം എന്ന് വിചാരിച്ചതല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താ കാര്യം? ചാനലാണ് വരാൻ പോണത്. അല്ലല്ല ഇത് വിഹാന്റെ ചാനലുണ്ട് VR Toys. അതിൽ വേറെ വീഡിയോസ് വരുന്നതാണ്. ഇപ്പൊ തൽക്കാലം നമ്മുടെ ചാനലിലാണ് വരുന്നത് അല്ലേ? വേറൊരു വീഡിയോ വരുന്നുണ്ട്. ഓക്കെ, അത് നല്ല അത് മാമ എഡിറ്റ് ചെയ്യും. ഓക്കെ, ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ ആ വീഡിയോ എടുത്തിട്ട് മാമ അത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കിത് ഡ്രസ് ഇട്ടിട്ട് കാണാം. ഓക്കെ. സോ ഗൈസ്, ഇതാണ് എന്റെ ഷർട്ട്. ഞാൻ പെയിന്റ് ചെയ്ത ഷർട്ട്. എത്രത്തോളം കാണാൻ പറ്റും എനിക്കറിയില്ല. എന്നാലും കാലങ്ങൾക്ക് ശേഷമാണ് ഗൈസ് ഞാനത് ഒരു പെയിന്റിങ് ചെയ്യുന്നത്. അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ബ്രഷ് എടുക്കുമ്പോഴും കളേഴ്സ് എടുക്കുമ്പോഴും അത് മിക്സ് ചെയ്യുന്ന പ്രൊപ്പോർഷൻ കാര്യങ്ങളൊക്കെ എനിക്കറിയില്ല. ആക്ച്വലി കുറെ വർഷങ്ങളായി, ഒരു 5-6 വർഷത്തോളമായി ഞാനത് ഒരു ശരിക്കുള്ള പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ സമയത്തിൻ്റെതായിട്ടുള്ള പ്രശ്നം കൊണ്ടായിരിക്കാം എനിക്കിതുവരെ ചെയ്യാൻ പറ്റാറില്ല. ഇപ്പൊ ഒരു ഓണം വെക്കേഷൻ ആയപ്പോൾ എന്തെങ്കിലും ഒരു കോണ്ടന്റ് വേണ്ടേ എന്നുള്ള രീതിക്ക് ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. പുതിയ ഷർട്ട് വാങ്ങിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ പുതിയ ഷർട്ടിലേക്ക് പോയില്ല. ബിക്കോസ് കാലങ്ങൾക്ക് ശേഷം ചെയ്യുന്ന കാരണം കൊണ്ട് ചെറിയൊരു പേടി ഉള്ളത് കൊണ്ടും ഞാൻ പഴയ ഒരു ഷർട്ട് ഉണ്ട്, ഒരു വൈറ്റ് ഷർട്ട് തന്നെ എടുത്തിട്ട് ഞാനത് ചെയ്തു നോക്കി. അപ്പൊ എനിക്ക് തിരക്കേടില്ലാന്ന് തോന്നി. പിന്നെ ലാസ്റ്റ് ഒക്കെ ആയപ്പോ എനിക്ക് ആ ടൈം മാനേജ് ചെയ്യാൻ പറ്റിയില്ല. ഞാനിപ്പോ ആക്ച്വലി തിരുവോണത്തിന്റെ അന്ന് എടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ തിരുവോണത്തിന്റെ അന്ന് എനിക്ക് പറ്റിയില്ല. തിരുവോണത്തിന്റെ അന്നാണ് ഇത് കംപ്ലീറ്റ് ആവുന്നത്. വൈകിട്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇന്നുകൂടി കുറച്ച് വർക്കുകൾ ഉണ്ടായിരുന്നു, അത് ചെയ്ത് ഓൾമോസ്റ്റ് ഇപ്പോൾ ഫിനിഷ് ആയി. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ 2 ഓണത്തിന്റെ അന്നാണ് ഇടുന്നത്. അപ്പം ഇതെങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം കണ്ടിട്ട്. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇതൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇതിന്റെ കുറച്ച് ഡീറ്റെയിലിംഗ് ആയിട്ട് വരയ്ക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അത് വീണ്ടും നമ്മൾ മൈന്യൂട്ട് ആയിട്ടുള്ള വർക്കുകളിലേക്ക് പോകുമ്പോൾ ടൈം വീണ്ടും എടുക്കുന്ന കാരണം കൊണ്ട് തന്നെ ഞാനത് പെട്ടെന്ന് ഒരു എന്താ പറയാ കുറച്ചൊന്ന് സ്പീഡപ്പ് ചെയ്തിട്ട് സംഭവം അവസാനിപ്പിച്ചു. അപ്പോ ദിസ് ഈസ് മൈ ലുക്ക്. ഇങ്ങനെയാണ് ഒരു സൈഡ് കഥകളി, ഒരു സൈഡ് തെയ്യം.